കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു മുരുടേശ്വരത്തേക്കായിരുന്നു. അപ്പം നമ്മുടെ ലിസ്റ്റിൽ 3 അമ്പലങ്ങളായിരുന്നു. 1 ഡേ കൊണ്ട് നമ്മൾ 3 അമ്പലങ്ങൾ കവർ ചെയ്യും അങ്ങനെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ നല്ലൊരു പോർഷൻ കൊല്ലൂർ മൂകാംബികയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ മുരുടേശ്വരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇതുപോലെ കുറേ ബോട്ടുകൾ എനിക്ക് ഞങ്ങൾ പോയ ദിവസം അങ്ങനെ ബോട്ടുകളൊക്കെ എല്ലാം കരക്കടുപ്പിച്ച് വെച്ചേക്കായിരുന്നു. കാരണം കാലാവസ്ഥ വളരെ മോശമായ കാരണം അലർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതേ ഫസ്റ്റ് ആ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെരുപ്പുകൾ ഇങ്ങനെ ഓരോ കൊട്ടകളിലാക്കിയിട്ട് നമുക്ക് അവിടെ എടുത്തു വയ്ക്കാം. അങ്ങനെ അപ്പോൾ ആകെ ഞങ്ങൾ 2 ജോഡി ഡ്രസ്സേ കരുതിയിരുന്നുള്ളൂ. കാരണം എല്ലായിടത്തും നല്ല മഴയായിരുന്നു, നനഞ്ഞ് ചീഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെയും അത്യാവശ്യം തിരക്കുണ്ട് എന്ന് വെച്ചാൽ വലിയ അമ്പലമായ കാരണം ആ തിരക്ക് അങ്ങനെ അത്രയ്ക്ക് നമ്മൾക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടി മേലെ കയറിയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് കടൽ. അത്യാവശ്യം നല്ല ശാന്തമായിട്ട് തന്നെയാണ് ഒഴുകുന്നതെങ്കിലും കാലാവസ്ഥ വളരെ മോശമായ കാരണം ആരെയും അങ്ങോട്ട് ഇറക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് അടച്ചേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു നിലയിലേക്ക് കയറിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. സ്റ്റെപ്പൊക്കെ അത്യാവശ്യം കുറേ സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. ഇങ്ങനെ വെറുതെ കടൽ നോക്കിക്കാനാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. നമുക്ക് ഇതിൽ കൂടിയും ഒരു കവാടമുണ്ട്. പക്ഷെ നമ്മളെ മെയിൻ എൻട്രൻസ് ഇതല്ല, അപ്പുറത്താണ്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. കുടയില്ലാണ്ട് പോയിരുന്നെങ്കിൽ പെട്ടുപോയേനെ. ആകപ്പാടി നമ്മുടെ കയ്യിൽ 2 കുട ഉണ്ടായിരുന്നു. ഒരു 6-7 ആൾക്കാരുണ്ട്. കൊച്ചുങ്ങളടക്കം നമ്മൾ മുതിർന്നവരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു 7 പേരുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 19 നിലയെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ക്യാമറ താഴെ വെച്ചിട്ട് മേപ്പട്ടേക്ക് എടുക്കേണ്ടി വരും. കാരണം എല്ലാ നിലയും കൂടി കിട്ടണമെങ്കിൽ അങ്ങനെയാണ് പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞിൻ്റെ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കുറേ ട്രൈ ചെയ്തു. നമ്മൾ ഇവിടെ നിന്നാണ് ലിഫ്റ്റിലേക്ക് കയറേണ്ടത്. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ശിവൻ്റെ അടുത്തേക്ക് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിലും നമുക്ക് ലിഫ്റ്റിൽ ഇരുന്ന് കാണാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കാണുക ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമില്ല. നമ്മൾ ഈ ഒരു അമ്പലം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവ് മൂലവും ഇങ്ങനെ കാലാവസ്ഥ ഇത്രയും മോശമായതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഈ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ലിഫ്റ്റിൽ കയറാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമയപരിമിതി മൂലമാണ് നമ്മൾ ലിഫ്റ്റ് ചൂസ് ചെയ്തത്. ഒരാൾക്ക് 25 രൂപ വെച്ചിട്ടായിരുന്നു ലിഫ്റ്റിൽ ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെ നിലയിൽ പോയിട്ടാണ് നമ്മൾ ആ ശിവൻ്റെ സ്റ്റാച്ചു കാണുന്നത്. നമുക്ക് എന്തായാലും നടന്നെത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ലിഫ്റ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കറക്റ്റ് പുറകിലായിട്ട് ശിവൻ്റെ സ്റ്റാച്ചു നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടുള്ള ശിവൻ്റെ സ്റ്റാച്ചു ഇങ്ങനെയാണ് കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം അന്തരീക്ഷവും ഇങ്ങനെ ഒരു കാർമേഘം മൂടിക്കെട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു കടലിൻ്റെ ആ ഒരു ഭംഗി ഈ ഒരു ദിവസം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വളരെയധികം ഈ ഒരു ടെമ്പിൾ കാണണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം തന്നെ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിൽ നടക്കും എന്ന് പറയുന്നതൊക്കെ അത്ര ശരിയാണല്ലേ. അതെനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ അധികം വൈകാതെ തന്നെ മുരുടേശ്വരം ഒന്ന് കറങ്ങി ഇതുപോലെ ലിഫ്റ്റിലൊക്കെ ഒന്ന് കയറിയിട്ട് നമ്മൾ പോകുന്നു. അവിടെ 10 രൂപയുടെ ലഡുവാണ് അവിടെ പ്രസാദമായിട്ട്. അതായത് പ്രസാദത്തിൽ നമ്മൾ കാശ് കൊടുക്കുമ്പോൾ ഒരു വലിയ ലഡുവാണ് കിട്ടുക. അതിന് 10 രൂപയാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിനാണ് നെക്സ്റ്റ് ഉടുപ്പി അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ ലഗേജും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം മുരുടേശ്വരിയിൽ നിന്ന് ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഉടുപ്പിയിലേക്ക് ബസ് കിട്ടിയത്. അപ്പം തന്നെ ബസ്സിൽ അത്യാവശ്യം സമയം നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ നേരമായിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് ഈ ഒരു അമ്പലത്തേക്ക് എത്തിയപ്പോൾ. എന്തോ ഒരു ഭാഗ്യത്തിന് നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡൊന്നും സമയത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് നൈറ്റത്തെ ഫുഡ് കൂടി കഴിക്കാനായിട്ട്. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നല്ലേ എന്ന് വെച്ചിട്ട് ഭഗവാൻ എന്തോ കറക്റ്റ് സമയം, അതായത് അവസാന നട അടയ്ക്കാറായ സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അവിടെയും ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഏതൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടോ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് അവിടുത്തെ ഭഗവാന്റെ ഒരു കുഞ്ഞി രൂപം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. എനിക്ക് ഇത്രയും അമ്പലത്തിൽ പോകാൻ പറ്റി എന്നുള്ളൊരു
ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് കുഞ്ഞിനും ഉക്കുറും കൂടിയും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു അമ്പലം അടച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം 9 മണിക്ക് അടുത്തായിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ നൈറ്റത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലാത്ത കാരണം അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അപ്പോഴാണ് നമുക്ക് ട്രെയിൻ കുറച്ച് ഡിലേ ആയിട്ടാണ്, വെളുപ്പിനാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ലോഡ്ജിൽ റൂം എടുത്തിട്ട് ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പുറപ്പെട്ടത്.